ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 കിലോ അളവ് വരുന്ന വാഞ്ചോ നട്ടി ബബിൾ കേക്കിൻ്റെ കസ്റ്റമൈസ് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബേസിക് സ്പോഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അത് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 ലെയർ വാനില സ്പോഞ്ചും 3 ലെയർ ചോക്ലേറ്റ് സ്പോഞ്ചുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതും 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കണം. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ആണെങ്കിലും എടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും ഈ സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതും 1/4 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമും പിന്നെ 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുക്കണം ഡബിൾ ബോയിൽ മെത്തേഡിൽ. ഇപ്പം നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്തിട്ട് റെഡ് കളർ ചേർത്തെടുത്തിട്ടുള്ള ക്രീമാണിത്. പിന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തിട്ട് കളറൊന്നും ചേർക്കാണ്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ പുറത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും പിന്നെ ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തതാണ്. ചൂടാറിയതിന് ശേഷം കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ക്രീം തേച്ച് കൊടുത്തിട്ട് ഒരു പാലറ്റ് നൈഫ് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം നല്ലോണം സ്പ്രെഡ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ നട്ടി ബബിൾ കേക്ക് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ബദാം സ്ലൈസ് ചെയ്തതും കാഷ്യൂനട്ട് സ്ലൈസ് ചെയ്തതും പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ആണ് ഇട്ട് കൊടുക്കുന്നത്. നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വാനില കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. കേക്ക് എടുത്ത് വെക്കുമ്പോഴേക്കും കറക്റ്റ് ലെവലാണോ എന്നൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യുമ്പോഴേക്കും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ട് ഒരു പാലറ്റ് നൈഫ് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ വിപ്പിംഗ് ക്രീം തേച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കുറച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ബൂസ്റ്റാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ചോക്കോ ചിപ്സും വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ബദാമും കാഷ്യൂ നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂന്നാമത്തെ ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ടിട്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പ് ഇപ്പോൾ നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു പാലറ്റ് നൈഫ് കൊണ്ടിട്ട് ഈവൻ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ക്രീം തേച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്ത് വീണ്ടും ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്ത് ആവശ്യത്തിന് ബദാമും കാഷ്യൂ നട്ട്സും ചോക്കോ ചിപ്സും വൈറ്റ് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ട് കൊടുക്കുക. കേക്കിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ വാനില കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും ക്രീം തേച്ച് കൊടുക്കുക. പാലറ്റ് നൈഫ് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ക്രീം നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് വീണ്ടും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കണം. അത് വന്നിട്ട് നല്ലോണം ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ബൂസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എല്ലാ ലെയേഴ്സിലും ഇട്ടതുപോലെ കാഷ്യൂ നട്ട്സും ബദാമും പിന്നെ ചോക്കോ ചിപ്സും വൈറ്റ് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തോട്ട് ലാസ്റ്റ് ലെയർ ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. കറക്റ്റായിട്ടാണ് വെച്ചേക്കണതെന്ന് നോക്കിയിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം വെറ്റ് ചെയ്തെടുക്കണം. മുകളിലത്തെ ലെയർ ആയതുകൊണ്ട് തന്നെ നല്ലോണം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ വൈറ്റ് ക്രീം ഒന്നും മുകളിൽ തേക്കണില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റെഡ് കളറുള്ള ക്രീം വെച്ചിട്ട് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോണേണ്. ഞാനിവിടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് ക്രീം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വേണമെങ്കിൽ ക്രീം തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ നല്ല ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ സ്റ്റിക്ക് കുത്തി വെക്കണം. അല്ലെങ്കിൽ കേക്ക് ഒരു സൈഡിലോട്ട് ചരിഞ്ഞിരിക്കും. 2-3 സ്റ്റിക്ക് കേക്കിൻ്റെ സെയിം ഹൈറ്റിലെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മതി.
ഇപ്പം ഞാൻ സ്റ്റിക്കൊക്കെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെഡ് കളറിലെ ക്രീം ഫുള്ളൊന്ന് തേച്ച് കൊടുക്കാം. ഈ പാലറ്റ് നൈഫ് കൊണ്ടിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മൾ ഈ കേക്കിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ആ ക്രീം വെച്ചിട്ടുള്ള പോർഷനിൽ കൊണ്ട് തന്നെയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്തെടുക്കേണ്ടത്. കേക്കിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴേക്കും കേക്കിൻ്റെ ക്രംസൊക്കെ വീണിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല കേക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ നിങ്ങളും ചെയ്തെടുത്താൽ മതിയിട്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ കേക്കൊക്കെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലത്തെ കേക്ക് ബോർഡിലത്തെ ക്രീമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ പുറത്ത് ഗനാഷ് ഒഴിക്കാനുള്ളത് കൊണ്ട് ഫ്രിഡ്ജിലൊരു 1.5 മണിക്കൂറെങ്കിലും വെക്കണം. ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കണ്ട. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം ഫുള്ള് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗനാഷ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. അതിലോട്ട് ലിക്വ ജെല്ലിൻ്റെ വൈറ്റ്നർ നമ്മളിതിലോട്ടൊരു 2-3 ഡ്രോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് കളർ കേക്കിൽ വൈറ്റ് കളർ വരുമ്പോഴേക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും. അതാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഗനാഷ് നല്ലോണം മിക്സാക്കി എടുത്തിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഗനാഷ് ഇപ്പോൾ ഞാനൊരു സൈഡിൽ മാത്രം ഡ്രിപ്പ് പോലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായേ. ഇനി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് 2D നോസിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രമേ ഞാനിതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കണുള്ളൂ. പിന്നെ കേക്ക് ഒന്നും കൂടി ലുക്കാക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ഡസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് കേക്കിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ ഗോൾഡൻ ഡസ്റ്റിൽ കുറച്ചും കൂടി നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് സൈഡിലും കൂടി ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണുണ്ട്. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. പിന്നെ കേക്കിൻ്റെ മുകളിലൊരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും പിന്നെ 3-4 ചോക്ലേറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റമൈസ്ഡ് വാഞ്ചോ നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ കേക്ക് ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഒരു ദിവസം ഫുള്ള് വെച്ചാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്നും ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.